ഇതൊരു സൂപ്പർവിഷനാണ്. ഭാരതത്തിൻ്റെ ഒരു സൂപ്പർവിഷനാണ് ഈ അഷ്ടബുദ്ധി ഗുണങ്ങൾ. അതിൽ ആദ്യത്തേതാണ് ശുശ്രൂഷ. ഒരു സൂപ്പർവിഷനുള്ള ആൾക്ക് മാത്രമേ ശുശ്രൂഷയെ ചെയ്യാൻ പറ്റുള്ളൂ. ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, ഊഹം, ആപോഹം, അർത്ഥബോധം, തത്വജ്ഞാനം. ഇതിലൂടെയാണ് നമുക്ക് ഫിലോസഫറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഈ അഷ്ടബുദ്ധി ഗുണങ്ങൾ ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആത്മാവിൻ്റേതാണ്, നമ്മളുടെ ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടബുദ്ധി ഗുണങ്ങൾ. ആദ്യം ജ്ഞാനത്തെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന വ്രതമാണ്. നമ്മുടെ ആത്മശക്തിയെ, നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന റൂട്ടാണ് ബ്രഹ്മചര്യ വ്രതം. ബ്രഹ്മചര്യ വ്രതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ അഷ്ടബുദ്ധി ഗുണം എങ്ങനെയാണ് നമുക്ക് നേടേണ്ടത് എന്നാണ് ഈ സിലബസ് പറയുന്നത്. സകല പദങ്ങളെയും സകല പദാർത്ഥങ്ങളെയും അറിയുന്ന അർത്ഥബോധാവസ്ഥയിലേക്ക്, അർത്ഥത്തെ മുഴുവൻ ബോധ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അതിനുശേഷം തത്വജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനും അതിനുശേഷം പരമസത്യത്തിലൂടെ തത്വജ്ഞാനത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാനും പറ്റുന്നതാണ്